തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രമല്ല ആറ്റിങ്ങലിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ വിജനമായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു UDF-ന്റെയും LDF-ന്റെയും കൊടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ BJP-യുടെയും NDA-യുടെയും ഒക്കെ കൊടികൾ കൂടി വന്ന് അവിടെ നിറയും. നേരത്തെ ആവേശം അലകടലാവുകയാണ്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ നമുക്കറിയാം കിരൺ 1.5 മാസം നീണ്ട വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം പരസ്യ പ്രചരണത്തിന്റെ ആവേശകരമായ കലാശക്കൊട്ടിലേക്കാണ് സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ കടക്കുന്നത്. 6 മണി വരെ ഈ ആവേശം അതേപടി നിലനിൽക്കും. നൂതനമായ പല കാര്യങ്ങളും കാണുന്നുണ്ടല്ലേ ഇത്തവണ? തോക്ക് പോലെ എന്തോ ഒരു സാധനം പിടിച്ചിരിക്കുന്നു. എയർഗൺ, ഈ വർണ്ണവിസ്മയങ്ങൾ തീർക്കാനുള്ള പല സംവിധാനങ്ങൾ, വിവിധ തരത്തിലുള്ള കട്ടൗട്ടുകൾ, നേതാക്കളുടെ പ്രതിമകൾ, അങ്ങനെ മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും കാണാത്ത വിധത്തിലുള്ള ഒരു കൗതുകമൊരുക്കാനുള്ള ഒന്നാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 3 മുന്നണികളും ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. സംഘർഷം ഒഴിവാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുണ്ട്. കലാശക്കൊട്ട് കേന്ദ്രങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇതിനകം തന്നെ വീതിച്ച് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് കലാശക്കൊട്ടോടുകൂടി കനത്ത ചൂടിനെയും വെയിലിനെയും അവഗണിച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ, പാർട്ടി പ്രവർത്തകരൊക്കെ നടത്തിയ വലിയ പ്രചാരണ കോലാഹലങ്ങൾക്ക് അവസാനമാവുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളുമുണ്ട്. പേരൂർക്കടയാണ് എപ്പോഴും തെരഞ്ഞെടുപ്പുകളുടെ കലാശക്കൊട്ടിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കലാശക്കൊട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്, ആറ്റിങ്ങൽ നിന്ന് വരുന്നുണ്ട്, പാലക്കാട് നിന്ന് വരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്, കാസർഗോഡ് നിന്നുണ്ട്. എന്നാലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതാത് സമയം എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തെയും ആവേശത്തെ അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എല്ലാ മുന്നണികളുടെയും ആവേശത്തെ അതുപോലെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ്. എങ്ങനെയാണോ പ്രവർത്തകർ ഈ അവസാന നിമിഷം അവരുടെ മുഴുവൻ എനർജിയും എടുത്തു നിൽക്കുന്നത്, അതേ എനർജിയോടെയാണ് ഞങ്ങളുടെ ടീമും 20 ഇടത്തു നിന്നും സംരക്ഷണവുമായി നിൽക്കുന്നത്. കൊടികൾ, വർണ്ണക്കൊടികൾ, വിവിധ പാർട്ടികളുടെ പതാകകൾ, കൊടികളടക്കം നിരത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള പാർട്ടി പ്രവർത്തകർ ഒഴുകിയെത്തുന്നു. അല്പസമയത്തിന് തന്നെ സ്ഥാനാർത്ഥികളും ഇങ്ങോട്ടേക്കെത്തും. ഈ പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ട്, ആവേശ കടൽ തീർത്തുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളും അങ്ങോട്ടേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാജ്മോഹൻ ഉണ്ണിത്താനടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടത്തിന് ശേഷം, ശക്തമായ പ്രചരണത്തിന് ശേഷമുള്ള കൊട്ടിക്കലാശത്തിലെ കാര്യങ്ങൾ എത്തുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ കട്ടൗട്ട് കാണാം. പേരൂർക്കടയിൽ അത് ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ശശി തരൂരിൻ്റെ വലിയ ഫ്ലക്സുകൾ വെച്ച പ്രദേശമാണ് അവിടെ. നമുക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് യാതൊരു കുറവും മുന്നണികൾ ഉണ്ടാക്കിയിട്ടില്ല. പ്രചരണത്തിൽ എല്ലാ മുന്നണികളും ഒരേപോലെ തന്നെ മുന്നേറിയ മണ്ഡലങ്ങളായിരുന്നു സംസ്ഥാനത്ത് 20 ഇടത്തും. അവിടെ അതേ ആവേശം ഈ കലാശക്കൊട്ടിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കാണുന്ന ട്രെയിനിന്റെ ഏറ്റവും മുകളിലെ തൊട്ടിലേക്കാണ് സ്ഥാനാർത്ഥി ഒടുവിൽ കയറുന്നത്. ഈ പേരൂർക്കടയിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. ഈ ട്രെയിൻ കൊണ്ടുവന്ന് ഏറ്റവും ഉയരത്തിൽ ആരാണ് ട്രെയിൻ കൊണ്ടുവരുന്നത്, ആ ട്രെയിനിന്റെ മുകളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 അടിയോളം മുകളിലേക്കാണ് സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഭയപ്പെടാതെ നിൽക്കുമെന്ന് പോലും നമുക്ക് സംശയം തോന്നും. അതെ, അതാണ് അതിനുള്ള ക്രമീകരണങ്ങളാണ്. അത് ഇപ്പോൾ 3 മുന്നണികൾക്കും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. ഈ സ്ഥാനാർത്ഥികൾ അത്ര ഉയരത്തിലെത്തുന്നതോടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാകും എന്നുള്ളതാണ്. എൽദോ കേൾക്കാമോ? എൽദോ അപ്പൊ എൽദോ ഈ 3 പേർക്കും ഉണ്ട് ഈ ആകാശത്തൊട്ടി. കിരൺ ബാബു കേൾക്കാം. എന്തായാലും പേരൂർക്കട ഈ ആകാശത്തൊട്ടി ഞാൻ കണ്ടത് ഈ ഭാഗത്ത് കാണുമ്പോൾ അവിടെ ശശി തരൂരിനും ഇവിടെ രാജീവ് ചന്ദ്രശേഖരനും മാത്രമാണ് ഈ 2 ആകാശത്തൊട്ടികൾക്ക് കാണാൻ കഴിയുന്നത്. പന്തൻ രവീന്ദ്രന് വേണ്ടി ഒരു ട്രെയിൻ അവിടെ സജ്ജീകരിച്ചതായി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കോണിലുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് തപ്പിയെടുക്കണമെന്ന് വേണം. അത്രമാത്രം ഇറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം. എന്താണെങ്കിലും പേരൂർക്കട നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ആവേശ കൊടുമുടിയിലാണ്. ഏറ്റവും ഉയരത്തിൽ ഏത് ട്രെയിൻ ഉയരും എന്നുള്ള ആകാംക്ഷ ഒരു പക്ഷേ ഒരു മത്സരം പോലെ ഈ പൂരത്തിന്റെ കുടമാറ്റത്തിൽ പരസ്പരം ഒരു മത്സരമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ട്രെയിനിന്റെ ഉയരപ്പൊക്കം, തലപ്പൊക്കം ആര് കാട്ടുന്നു എന്നുള്ള ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ഉയരം കൂടുന്നവരും ചായക്ക് രുചി കൂടുമെന്നൊക്കെ പറയുന്നത് പോലെയാണ്. കയറുന്നതിന് മുമ്പ് ഇപ്പോൾ ട്രെയിൻ ഉയർത്തി. അതെ, അതായത് നമ്മൾ ഈ ആനകളുടെ തലപ്പൊക്കം അളക്കുന്ന മത്സരങ്ങളുണ്ടല്ലോ, അതുപോലത്തെ മത്സരം. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച ഒരുപാട്
ഒരുപാട് കട്ടൗട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞല്ലോ. ആ കട്ടൗട്ടുകളിലൊന്നാണ് ഞാൻ പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖരന്റെ കട്ടൗട്ട് കാണോ. ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കാരിക്കേച്ചർ ടീമാണ്. ആദ്യം പ്രേക്ഷകർ കണ്ടിരുന്നു, പക്ഷേ രാജീവ് ചന്ദ്രശേഖർജി ഹലോ ഹലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കട്ടൗട്ടാണ് എത്തിയത്. ഇത് വളരെ ഹാസ്യാത്മകമായി ആ കാര്യം അവതരിപ്പിച്ചു. ഏതായാലും അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് വലിയ ഹിറ്റായിരുന്നു സിനിമാക്കാരുടെ ഒക്കെ. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഇവിടെ നരേന്ദ്രമോദിയുണ്ട്. മോദിയുണ്ട്. അപ്പോ ഈ കാരിക്കേച്ചർ നെയ്യും കൊണ്ടും ഈ രസകരമാക്കുകയാണ് ഇവിടുത്തെ സൗകര്യം. മോദിയൊക്കെ കൈവന്നു, പ്രധാനമന്ത്രി കൈവന്നു, രാജീവ് ചന്ദ്രശേഖർ നമുക്ക് തൊട്ട് ബാക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആവേശഭരിതരാക്കാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ അണികളെ ആവേശപ്പെടുത്താൻ കഴിയുമോ എന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രിയൊക്കെ വന്നാലേ ഒരു ബൈറ്റ് കൂടെ എടുത്തോ. കേട്ടില്ല. വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ആ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പാലക്കാട് എത്തിക്കഴിഞ്ഞു. പ്രവർത്തകരുടെ ആവേശം നമുക്ക് കാണാം. ഒരുപക്ഷേ ഈ കൊട്ടിക്കലാശ സ്ഥലത്ത് ആദ്യമായി എത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കും വി കെ ശ്രീകണ്ഠൻ എന്ന് കരുതാം. മറ്റു സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം എത്തും. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ദൃശ്യങ്ങളിലേക്ക് പാലക്കാടൊക്കെ ഈ സമയമായാലും കേരളത്തിലെ എല്ലായിടത്തും ചൂടാണ്. പക്ഷെ പാലക്കാടൊക്കെ നമ്മൾ പോയപ്പോഴൊക്കെ കണ്ടാണ് ഒരു തരത്തിൽ രക്ഷയില്ലാത്ത തരത്തിൽ ചൂടാണ്. ആ ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പാർട്ടി പ്രവർത്തകരാകെ ആവേശത്തോടു കൂടി വന്ന് ഇറങ്ങി ഇങ്ങനെ നൃത്തമൊക്കെ ചവിട്ടുന്നത്. എത്ര സമയം ഇവർക്ക് ഇങ്ങനെ നൃത്തം ചവിട്ടി നിൽക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വിഷയമുണ്ട് ഈ വലിയ ചൂടിൽ. വേനൽ മഴയുണ്ടെങ്കിലും ചൂടിനൊട്ടും കുറവില്ല. 4 മണി സമയത്തും വലിയ വെയിൽ വലിയ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട്. നമുക്കറിയാം, അവിടെയാണ് പ്രവർത്തകർ ഇത്ര വലിയ ആവേശത്തോടു കൂടി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. വി കെ ശ്രീകണ്ഠനെയാണ്, പാലക്കാട്ടെ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രവർത്തകർക്ക് നടുവിലാണ് സ്ഥാനാർത്ഥി ഉള്ളത്. ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്കാണ് പ്രവർത്തകരെ ഈ സ്ഥാനാർത്ഥി എത്തിക്കുന്നത്. വിവിധ മണ്ഡലങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നമുക്ക് പേരൂർക്കടയിൽ, ആറ്റിങ്ങലിൽ, തിരുവനന്തപുരത്ത് ഒക്കെയുള്ള വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം അല്പസമയത്തിനകം വർദ്ധിക്കും. 3 മുന്നണികളുടെയും പ്രവർത്തകർ നേതാക്കൾ എത്തുന്നതോടെ വലിയ തോതിലുള്ള കൊട്ടിക്കലാശത്തിനാവും കേരളം സാക്ഷ്യം വഹിക്കുക. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിലുണ്ട്.